വെച്ചാൽ സ്വീറ്റ് കോർണും സ്ക്വിഡും പിന്നെ ചിക്കൻ്റെ പ്രിപ്പറേഷൻ. ഗ്രേവി ആയിട്ടുള്ളതാണോ അത്? ആയിരിക്കുമോ? 2 ഗ്രേവിയോ, ചെറിയ ഗ്രേവി ചിക്കൻ. ഇത് പറഞ്ഞിട്ടുണ്ട് കുറച്ച് ചില്ലി പേസ്റ്റ് വേണം. ഇതായിരിക്കും ചില്ലി പേസ്റ്റ്. കുറച്ച് മതിയോ? കുറച്ച് മതി. ഉപ്പ് കുറച്ചിടുക. ചില്ലി പേസ്റ്റിനകത്ത് ഉപ്പ് കാണുമായിരിക്കും. ഇതിൽ നാരങ്ങ, ഇഞ്ചി ശരിക്കും ഇണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇണ്ടത്. അതിട്ടാൽ മതി. കുറച്ചിട്ട സ്ലോ ഫ്ലെയിം അല്ലേ? ഈ ഡിഷിന് പ്രത്യേകിച്ച് പേര് വല്ലതും ഉണ്ടോ? പേരുണ്ടല്ലോ. നമുക്ക് ചില്ലി പേസ്റ്റ്, ഓയിസ്റ്റർ സോസ് എല്ലാം ഉണ്ടല്ലോ. ചിക്കൻ ചില്ലി ഓയിസ്റ്റർ സോസ് പോരെ? സൂപ്പ് ഉണ്ടാക്കണ്ട കൂടെ? ഓൾറെഡി ഉപ്പിട്ടതാണ്. ചിക്കന് വേണ്ടിയിട്ടല്ലേ ഇട്ട്? പ്രോൺസിനൊക്കെ ഇങ്ങനെ പദം എടുത്ത് കളഞ്ഞിട്ടുണ്ട്. പ്രോൺസിനോ? ഏത് സാധനം തിളച്ചാലും അതിൻ്റെ പദം എടുത്ത് കളഞ്ഞതാണ്. നമ്മൾ ചിക്കൻ കറിയൊന്നും വെക്കുന്നുണ്ട്. കറി വെക്കുമ്പോൾ ഇങ്ങനെ ബോയിൽ ചെയ്യുമ്പോഴല്ലേ വരുന്നത്. ഇടാനാണോ? ഇത് കോൺ എല്ലാം കൂടെ ക്രഷ് ചെയ്തത് അല്ലേ? ഇല്ല, ഇത് സ്വീറ്റ് കോൺ ക്രീം സ്റ്റൈലില്ലേ? സ്വീറ്റ് കോൺ ക്രീം സ്റ്റൈൽ. ഏതാ ക്രീം സ്റ്റൈൽ? അങ്ങനെ വെച്ചാൽ സ്വീറ്റ് കോൺ ക്രീം സ്റ്റൈൽ എന്ന് പറയുന്നില്ലേ? ടിന്നിൽ വരുന്നില്ലേ? അതാണ്. അതിനകത്ത് ഇപ്പോൾ സ്വീറ്റ് കോൺ മാത്രം ക്രഷ് ചെയ്തതല്ലേ? അല്ല. ഓക്കെ. വേറെ അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഉണ്ട് അതിനകത്ത് അല്ലേ? ഉണ്ട്. ഇതിന് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ചിക്കൻ ഗ്രേവി ആയിട്ട് ഉണ്ടാക്കണം. നമ്മുടെ ഈ കർക്കിടക മാസത്തിലെ കുക്കിംഗ് തീരാൻ പോവാണ്. കർക്കിടക മാസം ഇനിയിപ്പോൾ വരാൻ പോകുന്നത്. കർക്കിടകം കഴിഞ്ഞ് ഏതാ വരുന്നത്? മലയാള മാസം ചിങ്ങത്തിൻ്റെ കുക്കിങ്ങാണ്. ചിങ്ങത്തിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അറിയാമോ? ചിങ്ങത്തിലാണ് ഓണം. അപ്പോൾ ചിങ്ങത്തിലെ ഓണത്തിന് നമ്മൾ എന്താ പ്രാധാന്യം കൊടുക്കുന്നത്? നമ്മൾ എന്താ ചെയ്യണം? നമുക്ക് അടുത്ത എപ്പിസോഡിലേക്കൊക്കെ വേണ്ടിയിട്ട്, ചിങ്ങത്തിൻ്റെ എപ്പിസോഡിലേക്ക് വേണ്ടിയിട്ട് ഒരു ഓണം സ്പെഷ്യൽ ഓണം മന്ത് ചെയ്താലോ? ഓണം മന്ത് ചെയ്യണം. ഫുൾ സെലിബ്രിറ്റീസ് എല്ലാവർക്കും ഓണസദ്യ മാത്രം ചെയ്യണോ? ആ ഓണത്തെ ദിവസം ചെയ്യുന്നുണ്ടോ? ആ മാസം എന്താ ചെയ്യട്ടെ? ഇത് ചില്ലി പേസ്റ്റ് കുക്ക് ചെയ്യാൻ മറന്നുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ തന്നെ. ഞാൻ ഇടണോ? ഓണത്തിൽ നമ്മൾ 4 എപ്പിസോഡും ഓണത്തിൻ്റെ കുറേ രുചികളെ പറ്റിയാണോ? 1-ാം ഓണം, 2-ാം ഓണം, 3-ാം ഓണത്തിനെ പറ്റിയും ഓണത്തിൻ്റെ പ്രത്യേകതയെ പറ്റിയും ഓണത്തിൻ്റെ പൂവട കേട്ടിട്ടുണ്ടോ? ഓണത്തിൻ്റെ പൂവടയെ പറ്റി? നോ ഐഡിയ. ടേസ്റ്റ് ഉണ്ടോ? ഇനി അത് മാറ്റാമല്ലോ നമുക്ക്. എന്നാൽ പ്ലേറ്റിലേക്ക് മാറ്റിക്കോ. നമ്മുടെ പ്ലേറ്റ് എന്ത് നമ്മൾ ഓൾറെഡി ജസ്റ്റ് ഓയിലിനകത്തിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്ത് അല്ലേ? ഓയിലിനകത്തിട്ട് സോട്ട് ചെയ്തെടുത്താണ്. അതിന് മുമ്പ് നമ്മളത് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി ഗാർലിക് പേസ്റ്റ്, കോൺഫ്ലോർ, സ്ലൈറ്റ്ലി കോൺഫ്ലോർ, ഉപ്പ്. ശരിക്കും ഇതിൻ്റെ മാരിനേഷൻ എഗ്ഗും കോൺഫ്ലോറും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർക്കേണ്ടിയിരുന്നത്. നമ്മൾ ഒരു പ്രൊഫഷണൽ മുട്ട കോൺഫ്ലോർ ഫ്രൈ ചെയ്യുമ്പം എപ്പോഴും നമ്മളിപ്പം ഈ ഇതാണെങ്കിലും നമ്മൾ ഹോട്ടലുകളിൽ ചെയ്യുവാണെങ്കിൽ ചിക്കൻ മിൻസ് ചെയ്യുമ്പം ചിക്കനകത്ത് കുറച്ച് ഓയിലിടും.
ഓയിലിടുന്നത് അറിയാം, ഇല്ല. പെട്ടെന്ന് വെള്ളത്തിടുമ്പോൾ ചിക്കൻ സെപ്പറേറ്റ് ആകാൻ വേണ്ടിയിട്ട്. ചോപ്പ് ചെയ്ത് ചിക്കൻ ഓയിലുണ്ടെങ്കിൽ പെട്ടെന്ന് വെള്ളത്തിട്ട് നമ്മൾ സ്പൂണൊന്ന് ഇത് കഴിഞ്ഞാൽ അത് സെപ്പറേറ്റ് ആയി കിട്ടും. എന്താ ഒന്നും കൂടെ മെയിൻ ചിക്കൻ ആൻഡ് വെറുതെ ബോയിൽ ചെയ്യുമ്പോൾ വെള്ളത്തിൽ ബോയിൽ ചെയ്യുമ്പോഴും ഓക്കെ അത് കട്ട പിടിക്കാൻ സാധ്യതകൾ കൂടുതലാണ്. ഈ നന്നായി മിൻസ് ചെയ്ത ചിക്കനകത്ത് മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഓയിലിട്ട് മിക്സ് ചെയ്യാം. ഓയിലിട്ട് മിക്സ് ചെയ്ത് പെട്ടെന്ന് സെപ്പറേറ്റ് ആകുമ്പോൾ കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്യുന്നല്ല, മിൻസ് ചെയ്തിട്ട് ഇത് ബോയിൽ ചെയ്ത് സൂപ്പിൻ്റെ കൂടെ ചേർക്കുമ്പോൾ അപ്പോൾ കട്ടയായിട്ട് കിടക്കത്തില്ല അതിനകത്ത്, അത് മിൻസ് ചെയ്ത് തന്നെ കിടക്കും. ഇതാ ചൂടായി ജിഞ്ചർ ഗാർലിക്, നമ്മുടെ ജിഞ്ചർ ഗാർലിക് ഇട്ടോളൂ. അതിനിപ്പം നമ്മുടെ വെള്ളം റെഡി ആയിരിക്കും. നമുക്ക് റൈസ് ഇതിൻ്റെ കൂടെ നമുക്കൊരു ചെറിയ സ്റ്റീം റൈസും കൊടുക്കാം. പ്ലെയിൻ റൈസ്, ബസ്മതി റൈസ്, സോക്ക് ചെയ്ത ബസ്മതി റൈസ്. സൂപ്പ് ഓൾമോസ്റ്റ് റെഡി ആയി. സൂപ്പ് ഇനി ഒന്ന് തിക്ക് ചെയ്താൽ മതി. റൈസ് ആകുമ്പോഴത്തേക്കും